ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ വീട്ടിലൊരു കിടു സീറ്റ് തയ്യാറാക്കാം എന്ന് കേട്ട് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയതാ. പകുതി ആയപ്പോൾ എനിക്ക് തോന്നി വേണ്ടായിരുന്നു എന്ന്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞ് കുട്ടികൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം അടിപൊളിയാണെന്ന്. ഒരു 250 ഗ്രാം ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ വെള്ളം നനച്ച് കുഴയ്ക്കുക. എന്നിട്ട് അതൊന്ന് മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെക്കുക. 1 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർന്നതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കണം. അത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന അത് അലിയാതെ കിടക്കുന്നതൊക്കെ നമുക്ക് എടുത്തൊഴിവാക്കാം. എന്നിട്ട് അതൊരു അരിപ്പയിൽ തുണിയിലോ അരിപ്പയിലോ ഒക്കെ ഒന്ന് നന്നായി അരിച്ചെടുക്കണം. നമുക്കതിൻ്റെ ആ ഒരു പാൽ മാത്രമേ ആവശ്യമുള്ളൂ. നന്നായി അരിച്ചതിന് ശേഷം കിട്ടിയ പാലാണിത്. ഇതിനെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക. ചെറുതായിട്ട് കുറുകി തുടങ്ങുമ്പോൾ തന്നെ അതിലോട്ട് നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് പണി. ഇതൊന്ന് കുറുകി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അത് നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതൊന്ന് നന്നായി കുറുകി തുടങ്ങിയാൽ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കുക. കുറച്ച് ഏലക്കാപ്പൊടിയും ചേർക്കാം. ഇനി അത് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ നന്നായി വിട്ട് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ വീണ്ടും നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇപ്പോൾ നന്നായി വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് പാത്രത്തിൽ പുരട്ടിയ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ആ സ്പാച്ചുലയിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് വേണം അതൊന്ന് പരത്തിയെടുക്കാൻ. അതിൻ്റെ മുകളിൽ നട്ട്സോ അല്ലെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായി തണുപ്പിച്ചതിന് ശേഷം ചെറുതാക്കി മുറിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കിടു സീറ്റ് തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി അഭിപ്രായം പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.